വോട്ടെടുപ്പ് ദിവസം വെച്ച് താമസിപ്പിക്കുന്ന പരിപാടിയൊന്നുമില്ല. രാവിലെ ഒരു 6 മണി 6:30 മണി നേരെ പോളിംഗ് ബൂത്തിൽ ചെല്ലുക, വോട്ടിൻ്റെ പരിപാടിയൊക്കെ തീർക്കുക, പിന്നെ സാവകാശം നമ്മുടെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക. പിന്നെ എപ്പോഴെങ്കിലും ഉച്ച കഴിഞ്ഞൊക്കെ വോട്ട് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതൊരു പ്രയാസമാണ്. നമ്മുടെ ഒരു ദിവസം അങ്ങോട്ട് പോയി കിട്ടും. അതാണ് അതിൻ്റെ കാരണം. അപ്പോൾ ഇന്നും പതിവ് പോലെ വോട്ട് ചെയ്യാൻ പോയി. കടമ്പുറം 10-ാം നമ്പർ ബൂത്തിലായിരുന്നു വോട്ട് ചെയ്തത്. വോട്ട് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു അനുഭവം, അതാണ് ഈ വീഡിയോ ആയിട്ട് പറയാമെന്ന് കരുതുന്നത്. ഇത് വെറുതെയാണ് പറയുന്നതെന്ന് എനിക്കറിയാം, എങ്കിലും നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായം പറയാതിരിക്കുന്നത് ശരിയല്ല എന്നതുകൊണ്ടാണ്. ഇനി അഥവാ ആരെങ്കിലും കണ്ടിട്ട് കൂടുതൽ സപ്പോർട്ട് കിട്ടിയിട്ട് ശരിയാണെന്ന് തോന്നിയാലോ അത് കരുതിയിട്ടാണ് ഞാൻ പറയുന്നത്. വോട്ട് ചെയ്യാൻ നീണ്ട ക്യൂ ആണ്. സാധാരണഗതിയിൽ ഇത്ര ക്യൂ വരാറില്ല. അതിരാവിലെ ഇത്ര ക്യൂ വരാറില്ല. ഒരുപക്ഷെ വെള്ളിയാഴ്ച ആയതുകൊണ്ടായിരിക്കുമെന്നാണ് കരുതിയത്. മുസ്ലിംസ് കൂടുതലുള്ള ഏരിയ ആണല്ലോ നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അതാണെന്ന് കരുതി. പക്ഷേ നീക്കം കുറവാണ്. ക്യൂ ആണെങ്കിൽ പെട്ടെന്ന് വോട്ട് ചെയ്ത് പോരുന്നില്ല. മറ്റേ ക്യൂവിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു ബീപ്പ് സൗണ്ട് ഇങ്ങനെ കേൾക്കാമായിരുന്നു. അതൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ എന്താണ് സംഭവം എന്നറിയാതെ നിന്നു. ഏതായാലും നമ്മളവിടെ എത്തുമല്ലോ, അപ്പോൾ അറിയാമല്ലോ എന്ന് കാത്തുന്നു. അകത്ത് കയറി കുറേ സമയങ്ങൾക്ക് ശേഷം, ഒരുപാട് സമയത്തിന് ശേഷമാണ് എനിക്ക് അകത്ത് കയറാൻ പറ്റിയത്. അകത്ത് കയറി മഷിയൊക്കെ പുരട്ടി ലിസ്റ്റൊക്കെ പരിശോധിച്ചു. അതിനുശേഷം വോട്ട് ചെയ്യാൻ നേരെ കൗണ്ടറിലേക്ക് ചെന്നു. കൊട്ടയം പട്ടിയൊക്കെ വെച്ച് മറച്ചു വെച്ചിട്ടുണ്ട്. മറച്ച് നമുക്ക് വേണ്ടപ്പെട്ട ആളുടെ തലയ്ക്ക് മേലൊരു കുത്തങ്ങോട്ട് കൊടുത്തു. കുത്തു കൊടുത്തപ്പോഴാണ് എന്തുകൊണ്ടാണ് ഡിലേ ആകുന്നത് എന്ന് മനസ്സിലായത്. അതായത് അമർത്തി കഴിഞ്ഞാൽ അത് അമർത്തി എന്ന മെഷീൻ അറിയുന്നത് 1, 2, 3 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ്. പിന്നെ അതിനുശേഷം ഒരു ബീപ്പ് സൗണ്ട് വരും. ആ ബീപ്പ് സൗണ്ട് കുറേ കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഒരു 5-6 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു 5-10 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബീപ്പ് സൗണ്ട് വരും. ആ ബീപ്പ് സൗണ്ട് കുറച്ച് സമയം നീണ്ടു നിൽക്കും. പക്ഷെ ആ ബീപ്പ് സൗണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റ് കെടൂല. ലൈറ്റ് കെടാതെ നമുക്ക് അവിടെ നിന്ന് മാറി പോകാനും കഴിയില്ല. കാരണം നമ്മൾ മാറിപ്പോയി കഴിഞ്ഞാൽ ബീപ്പ് സൗണ്ടൊക്കെ കഴിഞ്ഞു. പിന്നെ വേറെ ആരും വന്ന് കയറില്ല. കാരണം അപ്പുറത്തെ മെഷീനിൽ ഒരാൾ ഇരിപ്പുണ്ടല്ലോ. എങ്കിലും ആരെങ്കിലും വന്ന് നോക്കിയാൽ നമ്മൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് കൃത്യമായിട്ട് അറിയാം. കാരണം ലൈറ്റ് കിട്ടിയിട്ടില്ല. ലൈറ്റ് വീണ്ടും കിടാൻ കുറേ ടൈം എടുക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ ഒരാൾ വോട്ട് ചെയ്ത് പോകാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. ഇതിനിടയിൽ വിക്കേപ്പടിയിൽ മെഷീൻ കേടുവന്നെന്നും വോട്ടെടുപ്പ് തൽക്കാലം നിർത്തിവെച്ചെന്നും കേട്ടു. അപ്പം ഞാൻ ആലോചിക്കുന്നത്, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ബാലറ്റ് പേപ്പറിലായിരുന്നു വോട്ട്. ഞാനൊക്കെ ബാലറ്റ് പേപ്പറിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഈ വോട്ട് എണ്ണൽ കുറച്ച് സമയം കഴിഞ്ഞ് നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും. വോട്ട് എണ്ണിക്കൊണ്ടിരിക്കും. അതൊരു ഹരമാണ്. ഇപ്പോഴത്തെ പോലെ പെട്ടെന്ന് തന്നെ റിസൾട്ട് അറിയുന്ന ഒരു പരിപാടി അതില്ല. വോട്ടെണ്ണിൻ്റെ പുരോഗതി ഉച്ച കഴിഞ്ഞിട്ടാണ്, ഒരു 3 മണിയോട് കൂടിയാണ് റിസൾട്ടൊക്കെ അറിഞ്ഞു തുടങ്ങുന്നത്. ഇപ്പോൾ രാവിലെ 10 മണിക്ക് 8 മണിക്ക് എണ്ണാൻ തുടങ്ങിയാൽ 10 മണിയാകുമ്പോൾ റിസൾട്ട് അറിഞ്ഞു തുടങ്ങുന്ന സമയം ഇപ്പോൾ. പക്ഷെ മുമ്പ് അങ്ങനെയല്ലല്ലോ. ഒരു ഉച്ച കഴിഞ്ഞ് 4 മണിയോട് കൂടിയാണ് റിസൾട്ടൊക്കെ അറിഞ്ഞു തുടങ്ങുന്നത്. ആകാശവാണിയിലും ദൂരദർശനിലും ഒക്കെ നമ്മൾ കാത്തിരുന്നിട്ടുണ്ട് വോട്ടെടുപ്പിന്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ചാനലുകളൊന്നുമില്ലല്ലോ, അതുകൊണ്ട്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ബാലറ്റ് പേപ്പറാണ് നല്ലത്. ഇത് സമയം കൊല്ലിയാണ്. ഒന്ന്, ഇതുപോലെ കേടുവരുന്നുണ്ടെങ്കിൽ പിന്നെ അത് കാത്തു നിൽക്കണം. പിന്നെ വോട്ട് ചെയ്യാൻ വരുന്നവരുടെ സമയത്തിന് വില വേണം. അവർ വരിക, മഷി കുത്തുക, ചാർട്ട് കറക്റ്റ് ആണെങ്കിൽ വോട്ട് ചെയ്യുക. പോളിംഗ് ഓഫീസർ മടക്കിയായിരിക്കും കൊടുക്കുക. മടക്കി കൊടുത്തു കഴിഞ്ഞാൽ അതേപടി തന്നെ മടക്കി വോട്ട് ചെയ്ത് പെട്ടിയിലിട്ട് കഴിഞ്ഞാൽ അവരുടെ പണി കഴിഞ്ഞു. അപ്പോൾ ആ രീതിയിൽ വോട്ട് എണ്ണുന്നതിന് കുറച്ച് ടൈം എടുക്കും. വോട്ട് എണ്ണി അതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടി 2, 3, 4 അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ട് ഈ 3.5 കോടി ജനങ്ങളെ എന്തിനാണ് പൊട്ടന്മാരാക്കുന്നത്? അതാണ് മനസ്സിലാകാത്തത്. അത്രയും പേരുടെ സമയമല്ലേ വലുത്. നിങ്ങൾ എണ്ണുന്ന കുറേ ആൾക്കാർ ഒരു ദിവസം 2 ദിവസം ഇരുന്ന് എണ്ണിക്കോളി. നിങ്ങൾ മാത്രം ഇരുന്ന് എണ്ണിയാൽ പോരെ. ഇത് നമ്മൾ ചെന്ന് കുത്തിക്കൊണ്ടോടെ ഇങ്ങനെ കാത്തു നിൽക്കുക. പിന്നെ അതിന് പുറമെ മെഷീൻ കേടുവരിക. മെഷീനിൽ ഇനി ഇതിൽ കൃത്രിമത്വം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഉണ്ടാക്കാം. കാരണം എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ, ഇലക്ട്രോണിക് മെഷീനാണല്ലോ, എന്ത് വേണമെങ്കിലും കാണാം. ഒക്കെ പ്രോഗ്രാമിംഗ് ആണല്ലോ. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. ആ ഒരു ചീത്തപ്പേരൊക്കെ മാറ്റുക. അത് മാത്രമല്ല, വികസിത രാജ്യങ്ങളൊക്കെ ബാലറ്റിലേക്ക് മടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാലറ്റ് തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നത്തെ വോട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്കത് തോന്നുന്നത്. ഈ മെഷീൻ എന്ന് പറയുന്നത് അവിടെ പണി മുടക്കുന്നത്, കംപ്ലൈൻ്റ് ആകുന്നു, ഇവിടെ ഡിലേ ആകുന്നു. കുറേ വോട്ട് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിർത്തിയേക്കുന്നു. പിന്നെ വേറെ എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അതവിടെ നിൽക്കുന്നു. ഈ 2 മെഷീൻ തമ്മിൽ കണക്ഷൻ പോയി കഴിഞ്ഞാൽ അത് പോയി, സകലതും പോയി. പേപ്പർ ആണെങ്കിൽ ഒരു കുഴപ്പമില്ലല്ലോ. ഒരു കാലിപ്പെട്ടി അവിടെ ഉണ്ടാവും. അത് സീൽ ചെയ്ത വലിയൊരു പെട്ടി അവിടെ ഉണ്ടാവും. ഒരു പേപ്പർ അങ്ങോട്ട് മടക്കി കൊടുക്കും. മടക്കിയിട്ട് അതിൽ നിന്ന് സീല് ഒരൊറ്റ അടി അടിച്ചിട്ട് അങ്ങോട്ട് മടക്കി കൊണ്ടുവന്ന് 4 മടക്കി അങ്ങോട്ട് പെട്ടിയിലിടും. അവർക്ക് പോകാം. പെട്ടെന്ന് പരിപാടി കഴിയും. ഇനി കറണ്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല.
ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല. മറ്റേത് കറണ്ട് പോയാൽ പ്രശ്നം, അത് പോയ പ്രശ്നം, ഇത് പോയ പ്രശ്നം. എനിക്ക് തോന്നുന്നു ഫാസ്റ്റായിട്ട് വോട്ട് ചെയ്യാൻ കഴിയുന്നത്, പെട്ടെന്ന് വോട്ടിംഗ് പ്രോസസ്സ് കഴിയുന്നത് മെഷീനല്ല, ബാലറ്റ് പേപ്പർ തന്നെയാണ്. മെഷീൻ ഒരുപാട് ഡിലേ ആണ്. ഇപ്പോൾ ഞാൻ വോട്ട് ചെയ്ത് പുറത്ത് വരുമ്പോൾ തന്നെ ഏകദേശം 1.5-2 മിനിറ്റോളം എടുത്തു. ഒരാൾ 1.5 മിനിറ്റോളം ടൈം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര പേര് വോട്ട് ചെയ്യണം ഒരു ബൂത്തിൽ? അത്ര ടൈം എടുക്കാൻ പാടില്ല. ഇത് ആ 1.5-2 മിനിറ്റിന് പുറമെയാണ് അവരകത്ത് പോകുന്നതും പേപ്പർ എഴുതുന്നതും കുത്തുന്നതും ഒക്കെയുള്ള സമയം. ആ പരിശോധിക്കുന്നതും മഷി പുരട്ടുന്നതുമായി നടക്കുന്നതും പോയി വരുന്നതുമായ സമയത്തിന് പുറമെ വോട്ട് ചെയ്യുന്ന സമയത്തിന് മാത്രമാണ് ഞാൻ 1.5 മിനിറ്റ് പറഞ്ഞത്. അത്രത്തോളം ടൈം എന്ന് പറഞ്ഞത്. അപ്പോൾ മൊത്തത്തിൽ ഒരാൾ എടുക്കുന്ന ടൈം എത്രയാണെന്ന് ചിന്തിച്ചാൽ മതി. പല മെഷീനുകളും വളരെ സ്ലോയാണ്. എന്താണ് കാരണം എന്നറിയില്ല, പക്ഷെ വളരെ സ്ലോയാണ്. ആൾ കൂടുതൽ വരികയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ചില മെഷീനുകൾ കേട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വേണ്ട, ബാലറ്റ് മതി എന്നുള്ള അഭിപ്രായം എനിക്ക്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞ സന്തോഷം, ഇത് കമൻ്റായിട്ട് രേഖപ്പെടുത്തിയ സന്തോഷം. ഒരു പക്ഷേ ഒരു ഓളം ഉണ്ടായിട്ടുണ്ട്, പഴയതുപോലെ ബാലറ്റിലേക്ക് വരികയാണെങ്കിൽ ഇനി ഒരു ദിവസം ഫുൾ ഇരുന്നുണ്ടെങ്കിൽ എണ്ണിക്കോട്ടെ എന്ന്. അതിപ്പോൾ അവർ കുറച്ച് പേരിരുന്ന് എണ്ണിയാൽ പോരെ. നമുക്കൊരു ആവേശവും ഉണ്ടാവും വാർത്തകൾ വരുന്ന സമയത്ത്. ലീഡിങ് നല്ല ഇങ്ങനെ ആവേശം മൂത്ത് ന്യൂസ് അവറുകൾക്കൊക്കെ ചാകരയായിരിക്കുമെന്നാൽ അത് തന്നെയാണ് നല്ലത്. ഈ വോട്ടിംഗ് മെഷീൻ ഒരു പരമ ബോർ ഏർപ്പാട്.